അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെല്ലാവരുമായിട്ട് തൃപ്തരാണ്. എന്നാൽ ഇവരെന്താണ് ചെയ്യുന്നത്? ലാനത്ത് ചൊല്ലുകയാണ്. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ മരണം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഉമർ റളിയല്ലാഹുവിന്റെ നിസ്കാരത്തില്. ഉസ്മാൻ റളിയല്ലാഹുവിനെ ഖുർആൻ ഓതിക്കൊണ്ട് എവിടെ ഇരിക്കുമ്പോ? സ്വന്തം വീട്ടില്. ഉസ്മാൻ റളിയല്ലാഹു മദീന പട്ടണം എന്ന് പറയുന്നത് അവിടുത്തെ ഖലീഫയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. തലസ്ഥാനത്ത് വെച്ചിട്ട് സ്വന്തം വീട്ടിന്റെ അകത്ത് കയറി ഖവാരിജുകൾ ഉസ്മാൻ റളിയല്ലാഹുവിനെ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ. എന്നിട്ട് കൊല്ലുന്ന ആള് എന്താണ് പറയുന്നത്? കൊല്ലുന്ന ആള് കത്തി വെച്ച് കുത്തുമ്പോ 3 പ്രാവശ്യം ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇത് കൊല്ലുന്നത്. അറിയോ? ഇതിനെ കൊണ്ട് അവര് ഉദ്ദേശിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ പറഞ്ഞ റാഫിദികൾ എന്താണ്? അവര് ആ ദിവസങ്ങളിൽ, ഈ പറഞ്ഞ മുഹറത്തിന്റെ ദിവസങ്ങളിൽ ലാനത്തും ചൊല്ലുന്നു. അപ്പൊ ഖവാരിജുകൾ അന്ന് ഉസ്മാൻ റളിയല്ലാഹുവിനെ കൊല്ലുന്നത് എന്താണ്? ഇത് ഹക്കാണെന്ന് മനസ്സിലാക്കിയിട്ടാണ്. ഉസ്മാൻ റളിയല്ലാഹുവിനെ ഒരു കാഫിറാണ് കൊല്ലുന്നതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടും എന്ന്. അബൂബക്കർ, ഉമർ, ഉസ്മാൻ ഇവരൊക്കെ എന്താണ്? അൽ അശറത്തുൽ മുബശ്ശിറ ബിൽ ജന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്തിൽ അവർക്ക് സ്വർഗം കിട്ടിയവരാണ് എന്ന് അറിയിപ്പിച്ചതാണ്. എന്നാൽ ഈ ഖവാരിജുകൾ ഇതിൽ കാണുന്നത് ഇവരെ തക്ഫീർ ചെയ്തിട്ട് ഇവരെ കൊല്ലുന്നതിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാൻ പറ്റുക എന്ന് മനസ്സിലാക്കുന്നവരായിരുന്നു ഈ ഖവാരിജുകൾ. ഈ വിശേഷണങ്ങളൊക്കെ ഉള്ളവരാണ് ഇന്നത്തെ റാഫിദികൾ. മനസ്സിലായ? ഖാരിജിയത്ത് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഗ്രൂപ്പ് മാത്രമാണെന്ന് പറയാൻ പറ്റൂല. ചിലപ്പോ ഈ ഖാരിജിയത്ത് പറയുന്നത് ഓരോരോ മുസ്ലിമുകളെ കൽബുകളെ അകത്ത് ഉണ്ടാവാ ഇങ്ങനത്തെ വിശ്വാസങ്ങൾ, ഭരണാധികാരിന്റെ എതിരെയുള്ള സംസാരങ്ങളും, ഭരണാധികാരി അമുസ്ലിം കാഫിറാണ് എന്നുള്ള വിശ്വാസവും, മുസ്ലിമായ ഭരണാധികാരിയും അവരെ തിന്മകൾ കൊണ്ട് കാഫിറാണെന്ന് വിശ്വസിക്കുന്നവര്, അവർക്ക് എത്ര തിന്മകൾ ഉണ്ടായാലും അവര് എന്താണ്? കാഫിറാണെന്ന് വിശ്വസിക്കുന്നത് തെറ്റാണ്. അത് എന്തിലേക്ക് അവരെ എത്തിപ്പിച്ചു? ഉസ്മാൻ റളിയല്ലാഹു പോലത്തെ അശറത്തുൽ മുബശ്ശറയിൽ പെട്ട ഖലീഫനെ അവര് എന്ത് ചെയ്തു? കൊന്നു. വീട്ടിൽ വെച്ചിട്ട്, സ്വന്തം വീട്ടിൽ വെച്ചിട്ട്. അപ്പോ ആ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ മേലെ ലാനത്ത് ചൊല്ലുന്നവരാണ് ഈ റാഫിദി ഷിയാക്കൾ. എന്നിട്ട് ഇതൊക്കെ ഏത് വർഷത്തിലായിരുന്നു ഉസ്മാൻ റളിയല്ലാഹുവിന്റെ വഫാത്ത്? എത്ര വർഷം ഖിലാഫത്ത് ഉണ്ടായി? അബൂബക്കർ റളിയല്ലാഹു 2 വർഷം, പിന്നെ ഉമർ റളിയല്ലാഹു ഏകദേശം 11-12 വർഷം. 23-ാം ഹിജ്റിയിലാണ് വഫാത്താവുന്നത്. പക്ഷെ ദുൽഹിജ്ജ എന്താണ്? വർഷത്തിന്റെ ലാസ്റ്റ് ആണ്. മനസ്സിലായോ? അപ്പോ ഏകദേശം 12 എന്ന് പറയാം. എന്നിട്ട് പിന്നെ ഉസ്മാൻ റളിയല്ലാഹു എത്ര വർഷം? 36-ാം ഹിജ്രിയിലാണ് വഫാത്താവുന്നത്, ഈ ഷഹീദാവുന്നത്. ദുൽഹിജ്ജ 36-ാം ഹിജ്രി. അപ്പൊ എത്ര വർഷം ഖലീഫായിട്ട് നിന്നു? 12 to 13 വർഷം കൂട്ടാം. എന്നിട്ട് പിന്നെ 4ാമത്തെ ഖലീഫായ അലി റളിയല്ലാഹു അൻഹു എപ്പോഴാണ് വഫാത്താവുന്നത്? 60-ാം ഹിജ്രി റമദാൻ മാസത്തിൽ അലി റളിയല്ലാഹുവിനെയും ഖവാരിജിലത്തെ ഒരു കൂട്ടര് കൊന്നതാണ്. റമദാൻ 17-ലാണ് അലി റളിയല്ലാഹുവിന്റെ വഫാത്താവുന്നത്. തയ്യിബ്. അപ്പോ ഏതായാലും അലി റളിയല്ലാഹുവിനെ അവര് നാസിബികൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫാസിഖാണെന്ന് വിളിക്കുന്നുണ്ട്. അന്നത്തെ ഖവാരിജുകൾ കാഫിറാണെന്ന് വിശ്വസിച്ചവരാണ് റളിയല്ലാഹു അൻഹു. പക്ഷെ ഷിയാക്കൾ അവരെ ഷിയത്തു അലി, അലീന്റെ ഷിയാക്കൾ, അലീന്റെ പക്ഷക്കാര് എന്ന് പറയപ്പെടുന്നവരാണ്. അപ്പോൾ ഈ ചരിത്രത്തിൽ, ഹുസൈൻ റളിയല്ലാഹുവിന്റെ വഫാത്തിന്റെ ചരിത്രത്തിൽ അവർക്ക് പ്രാധാന്യമുണ്ട്. ഈ ഷിയത്തു അലി എന്ന് പറയുന്നവരാണ് അലി റളിയല്ലാഹുവിനെ പൊക്കി നടന്നവര്. അലി റളിയല്ലാഹുവിനാണ് ഖിലാഫത്തിന്റെ അർഹൻ എന്ന് പറഞ്ഞ് നടന്നവര്. അപ്പോ അബൂബക്കറും ഉമറും ഉസ്മാന്റെ ഖിലാഫത്തിന്റെ സമയത്ത് എവിടെയാണ് തലസ്ഥാനം? ക്യാപിറ്റൽ എവിടെയാണ്? മദീനയാണ്. എല്ലാവർക്കും അറിയാം. അലി റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിലോ? ഇറാഖ്, കൂഫ എന്നുള്ള സ്ഥലത്താണ് അലി റളിയല്ലാഹു പിന്നെ തലസ്ഥാനം മാറ്റിയത്. എന്താണ് കാരണം? 3 ഖലീഫകള് നിരന്തരം മദീനയിലായിരുന്നു. മെയിൻ സപ്പോർട്ടേഴ്സ് ഒക്കെ അവിടെയാണ്. എന്നിട്ട് പിന്നെ അലി റളിയല്ലാഹു അങ്ങോട്ടേക്ക് മാറാൻ കാരണം എന്തായിരുന്നു? കൂഫയിലത്തെ ഷിയത്തു അലി എന്ന് പറയുന്നവരെ സപ്പോർട്ട് കൊണ്ട് അലി റളിയല്ലാഹു പിന്നെ അങ്ങോട്ടേക്ക് മാറി. കൂഫയിലായിരുന്നു തലസ്ഥാനം എന്ന് പറയുന്നത് ഇന്നത്തെ ഇറാഖാണ്. അവിടെയാണ് കൂഫയും ബസ്രയൊക്കെ ഉള്ള സ്ഥലമാണ് ഇറാഖ്, ബഗ്ദാദ്. അപ്പോ അലി റളിയല്ലാഹുവിന്റെ ഷിയാക്കൾ അവിടെ. ഇനി അലി റളിയല്ലാഹുവിന് ശേഷം ആരാണ് ഖലീഫായത്? ഹസൻ റളിയല്ലാഹു അൻഹു. ആരാണ് ഹസൻ റളിയല്ലാഹു അൻഹു? അലി റളിയല്ലാഹുവിന്റെ മകന്. എന്നിട്ട് പിന്നെ ആരാണ്? ഹസൻ റളിയല്ലാഹു എത്ര കാലം ഉണ്ടായിരുന്നു? 6 മാസം. മൊത്തത്തിൽ ഇത് നോക്കിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം ഹസൻ റളിയല്ലാഹു വരെ എത്ര വർഷം ഉണ്ടായി? 30 വർഷം. ആ 30 വർഷം ഉലമാക്കൾ പറയുന്നത്, ഒരു അഭിപ്രായം അനുസരിച്ചിട്ട് അതിൽ ഹസനും അതിൽ ഉൾപ്പെട്ടു. അവരെല്ലാവരും എന്താണ്? ഖുലഫ റാഷിദീൻ അൽ മഹ്ദിയീൻ, അതിൽ പെട്ടവരാണ് ഈ 30 വർഷത്തിൽ ഉണ്ടായ ഖലീഫമാര്. 5 ഖലീഫകൾ. അതിനുശേഷം ഉണ്ടായതാണ് ഹസൻ റളിയല്ലാഹു കഴിഞ്ഞിട്ട് ഉണ്ടായതാണ് ആര്? മുആവിയ ഇബ്നു അബി സുഫിയാൻ.
മുആവിയ ഇബ്നു അബി സുഫിയാൻ. അപ്പൊ ഇത് ഹസൻ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്ന സമയത്താണ്. അല്ലാണ്ട് ഹസൻ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടുകൊണ്ടല്ല മുആവിയ ഖലീഫ ആയത്, മറിച്ച് ഹസൻ റളിയല്ലാഹു അൻഹു പോയി ബൈഅത്ത് കൊടുത്തു മുആവിയ റളിയല്ലാഹു അൻഹു. മുആവിയ റളിയല്ലാഹു അൻഹു എവിടെയാണ് തലസ്ഥാനം ഉണ്ടായത്? ഷാമിലാണ്. ഷാം എന്ന് പറയുന്നത് ഇന്നത്തെ സിറിയ, ജോർഡൻ, ലെബനൻ, പിന്നെ ഫലസ്തീൻ, ഇതൊക്കെ ഉള്ള സ്ഥലം മൊത്തത്തിൽ എന്താണ്? ഷാം എന്ന് പറയപ്പെടുന്ന സ്ഥലമാണ്. അപ്പൊ അവിടെ ആയിരുന്നു മുആവിയ ഇബ്നു അബി സുഫിയാൻ. അബൂ സുഫിയാൻ ആരാണ്? മുആവിയന്റെ വാപ്പ എന്ന് പറയുന്ന അബൂ സുഫിയാൻ ആരാണ്? സഹാബിയാണ്. ഫത്ഹ് മക്ക നടന്നപ്പോ ഇസ്ലാം സ്വീകരിച്ചവനാണ് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. എന്നിട്ട് അബൂ സുഫിയാന്റെ മകൻ മുആവിയ എന്തായി? ഖലീഫയായി. ഹസൻ റളിയല്ലാഹു അൻഹും ഹുസൈൻ റളിയല്ലാഹു അൻഹും രണ്ടുപേരും ബയാത്ത് കൊടുത്തിട്ട് ഖലീഫയായതാണ്. അല്ലാണ്ട് നിർബന്ധമായിട്ട് പിടിച്ചു വലിച്ചെടുത്തതൊന്നുമല്ല. ഷാമില് മുആവിയന്റെ സപ്പോർട്ടേഴ്സ് ഉണ്ടായിരുന്നു. കൂഫയില് അലി റളിയല്ലാഹുവിന്റെ സപ്പോർട്ടേഴ്സ് അവിടെയായിരുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നുബുവത്തിന്റെ ഭാഗമായിട്ട് നേരത്തെ പറഞ്ഞതാണ്. ഹസൻ റളിയല്ലാഹുവിനെ കൊണ്ട് എന്തുണ്ടാവും? രണ്ട് വിഭാഗങ്ങൾ ഒരുമിക്കും, ഒന്നിച്ചു വരും. അപ്പോ അത് നമുക്ക് ഹസൻ റളിയല്ലാഹുവിന്റെ ജീവിതകാലത്തിൽ കാണാം. 6 മാസം ഖലീഫ ആയി നിന്നിട്ട് പിന്നെ ഭിന്നിപ്പ് ഉണ്ടാവുന്നത് കണ്ടിട്ട്, ഞാനീ മുആവിയനെ സപ്പോർട്ട് ചെയ്യുന്ന ചിലവരും അലി റളിയല്ലാഹുവിന്റെ ഷിയാക്കൾ ഹസൻ റളിയല്ലാഹുവിനെ സപ്പോർട്ട് ചെയ്യുന്നതും അങ്ങനെ രണ്ടായി മാറുന്നത് കണ്ടപ്പോൾ ഹസൻ റളിയല്ലാഹു അൻഹു പോയിട്ട് എന്ത് ചെയ്തു? ബയാത്ത് കൊടുത്തു മുആവിയ റളിയല്ലാഹു അൻഹു. അതിനാണ് ഈ ഉമവിയ എന്ന് പറയുന്ന കൂട്ടര്, ഉമയ്യദ് കാലിഫൈറ്റ് എന്ന് നമുക്ക് കാണാം ഇംഗ്ലീഷിൽ, അത് ഉമവിയ എന്ന് പറയുന്നതാണ് അറബിയിൽ. അപ്പോ മുആവിയ റളിയല്ലാഹുവിന് കഴിഞ്ഞിട്ട് ഹസൻ റളിയല്ലാഹുവിന് പിന്നെ ബയത്ത് കൊടുത്തിട്ട് ഹുസൈനെയും വിളിപ്പിച്ച് ബയത്ത് കൊടുക്കാൻ പറയും. ഹസനാണ് മൂത്തത് റളിയല്ലാഹു അൻഹു. എന്നിട്ട് ഹുസൈനെയും വിളിച്ച് പറയും ബയത്ത് കൊടുക്കാൻ. അങ്ങനെ ഹുസൈനും ബയത്ത് കൊടുക്കും. എന്നിട്ട് മുആവിയ റളിയല്ലാഹുവിന്റെ ഭരണത്തിന് ശേഷം, മരണത്തിന്റെ സമയത്ത് മുആവിയ ആർക്ക് പിന്നെ ഇത് കൊടുക്കും? ഖിലാഫത്ത് മോൻക്ക്. ആരാണ് മോൻ? എന്താണ് മോന്റെ പേര്? യസീദ് ഇബ്നു മുആവിയ ഇബ്നു അബി സുഫിയാൻ. മുആവിയ റളിയല്ലാഹു അൻഹാണ്. ശ്രദ്ധിക്കുക, മുആവിയ ഇബ്നു അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുമാ, യാനി മോനും വാപ്പി മുആവിയ, അബൂ സുഫിയാൻ രണ്ടുപേരും എന്താണ്? സഹാബികളാണ്. യസീദ് സഹാബിയാണോ? സഹാബിയല്ല. യസീദ് ഇബ്നു മുആവിയ ഖലീഫ ആയപ്പോ യസീദ് അല്ല, സഹാബിയല്ല. അപ്പൊ യസീദിന്റെ വിഷയത്തിൽ ഉലമാക്കളുടെ ഇടയിൽ പല അഭിപ്രായങ്ങളും ഉണ്ട്. അതിലേക്ക് നമ്മളിപ്പോ തൽക്കാലം പോകുന്നില്ല, നമുക്ക് വിഷയത്തിലേക്ക് നീങ്ങാം. അപ്പൊ യസീദ് ഖലീഫയായി. എവിടെയാണ് തലസ്ഥാനം? ഷാം. വാപ്പന്റെ അതേ സ്ഥലത്താണ് യസീദ് കണ്ടിന്യൂ ചെയ്യുന്നത്. അതേ സമയത്ത് ആ സമയത്ത് യസീദ് ഖലീഫ ആവുന്ന സമയത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹു എവിടെയാണ്? മദീനത്താണ്. ഹുസൈനും ആ ഫാമിലി, യാനി ബനു ഹാഷിം, യാനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരെ കുട്ടികളും അങ്ങനെ അവരെ കുട്ടികളും അവരെ ഫാമിലിയൊക്കെ എവിടെയാണ്? മദീനത്തിൽ തന്നെയാണ്. അപ്പോ യസീദ് പിന്നെ ഖലീഫ ആയ സമയത്ത് ചില സഹാബികള് ബൈഅത്ത് കൊടുക്കാണ്ട് അവിടെ തന്നെ നിന്നു, മദീനത്തിൽ തന്നെ നിന്നു. എന്താ വെച്ചാൽ അവർക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയാക്കാന്. പക്ഷെ എന്തായി? അവിടെ യസീദിന് മുആവിയ കൊടുത്തു കഴിഞ്ഞു. അപ്പോ യസീദാണ് ഇപ്പോ ഖലീഫ. അപ്പോ അബ്ദുല്ല ഇബിൻ അബ്ബാസും അബ്ദുല്ല ഇബിൻ സുബൈർ, അബൂ സഈദ് അൽ ഖുദ്രി, ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇവരൊക്കെ എന്താണ്? മദീനത്തുണ്ട്. അവര് ബൈഅത്ത് കൊടുക്കാണ്ടിരിക്കുകയാണ്. എന്നിട്ട് ചിലവര് അവിടുത്തെ ഗവർണർ, യാനി മദീനത്തെ ഗവർണർ എന്താണ്? അവരോട് ബൈഅത്ത് കൊടുക്കാൻ പറയും. അപ്പോ ഹുസൈൻ റളിയല്ലാഹു അൻഹു ആ സമയത്ത് തീരുമാനിക്കും, യാനി ഈ കൂഫയിലത്തെ ആൾക്കാർ എന്താണ്? കത്തുകൾ എഴുതാൻ തുടങ്ങും ഹുസൈൻ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക്. കത്തുകൾ എന്ന് പറഞ്ഞാൽ 1, 2, 10, 100 ഒന്നുമല്ല, 1000 കണക്കിന് കത്തുകൾ പിന്നെ ഈ ഹുസൈൻ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് എത്തിപ്പെടും. എവിടുന്ന്? കൂഫയിലത്തെ അലിന്റെ ഷിയാക്കൾ എന്ന് പറയുന്നവര്, ഷിയത്തു അലി എന്ന് പറയുന്നവര് സപ്പോർട്ടേഴ്സ് ആയിട്ട് ഹുസൈൻ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് കത്തുകൾ അയക്കുകയാണ്. എന്ത് പറഞ്ഞിട്ട്? നമ്മൾ ഇതുവരെ ബയത്ത് നമ്മൾ കൊടുക്കുന്നില്ല, ഞാൻ ആർക്ക്? മുആവിയക്ക് കൊടുക്കുന്നില്ല. നിങ്ങൾ ഇങ്ങോട്ടേക്ക് നമ്മളെ കാര്യങ്ങൾ നോക്കാൻ വരണം, എന്നാൽ നിങ്ങൾക്ക് നമ്മൾ ബയത്ത് തരാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട്.